ഗാസയിൽ സമാധാനമുണ്ടാകണം. 2 വർഷത്തോളമായിട്ട് ലോകം ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇതായിരിക്കുമല്ലേ? അത്രത്തോളം നെഞ്ചുലയ്ക്കുന്ന വിവരങ്ങളാണ് ഗാസയിൽ നിന്നും വന്നിട്ടുള്ളത്. യുദ്ധം അതൊരിക്കലും വേണ്ട എന്ന് തന്നെയാണ് ലോകം പ്രത്യാശിച്ചതും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഗാസ സമാധാനത്തിലേക്ക് പോവുകയാണ്. 2 വർഷത്തെ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിച്ചിരിക്കുകയാണ്. ബന്ദികളെ മോചിപ്പിച്ച് ഹമാസും ഇസ്രായേലും കഴിഞ്ഞ ദിവസം ആ ബന്ദിമോചനത്തിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. സമാധാന കരാറിൽ ഒപ്പുവെച്ചത് ഈജിപ്തിൽ ചേർന്ന ഗാസ സമാധാന ഉച്ചകോടിയിലായിരുന്നു. ഇസ്രയേലും ഹമാസും വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. ഗാസ സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ഹമാസും ഇസ്രായേലും ബന്ദികളെയും മോചിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്തേഹ് അൽ സിസിയുടെയും അധ്യക്ഷതയിൽ നടന്ന ഉച്ചകോടിയിലാണ് ഇസ്രായേലിന്റെയും ഹമാസിന്റെയും പ്രതിനിധികൾ കരാറിൽ ഒപ്പുവെച്ചത്. ഇതോടെ 2 വർഷത്തോളം നീണ്ടുനിന്ന രക്തച്ചൊരിച്ചിലിനാണ് അവസാനമായത്. യഹൂദ വിശ്വാസപ്രകാരം അവധി ദിവസമായതിനാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉച്ചകോടിയിൽ പങ്കെടുത്തില്ല. 20 ഇസ്രായേലുകാരെ ഹമാസും 2000-ഓളം വരുന്ന പലസ്തീൻ തടവുകാരിൽ ആദ്യ സംഘത്തെ ഇസ്രായേലും വിട്ടയച്ചു. ബന്ദിമോചനം ചരിത്രപരമെന്ന് ഹമാസ് പ്രതികരിച്ചു. മധ്യപൂർവ്വദേശത്ത് സമാധാനത്തിന്റെ സൂര്യനുദിച്ചെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മധ്യമേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ട്രംപിന്റെ ആത്മാർത്ഥമായ ശ്രമങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എക്സിൽ പങ്കുവച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.